മത്സ്യത്തൊഴിലാളികളുടെ ഏറെ നാളത്തെ ആവശ്യത്തിന് പരിഹാരമാകുന്നു. പുതിയ കടപ്പുറത്ത് ഫിഷ്ലാൻഡ് സെന്റർ വലനെയ്ത്ത് കേന്ദ്ര നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് 60 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മരുതൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ പുതിയ കടപ്പുറത്ത് നിർമ്മിക്കുന്ന ഫിഷ്ലാൻഡ് സെന്റർ വലനെയ്ത്ത് കേന്ദ്രത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി നിർവഹിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പൊതുപദ്ധതിയിൽ 60 ലക്ഷം രൂപ വകയിരുത്തിയാണ് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഏറെക്കാലമായുള്ള ആവശ്യത്തിന് പരിഹാരം കാണുന്നത്. അവരോടൊക്കെ വോട്ട് ചോദിക്കുന്ന സമയത്ത് അവരൊക്കെ പറഞ്ഞ ഒരു കാര്യം ഞങ്ങളുടെ ഈ പ്രദേശത്ത് മാത്രമില്ല, മറ്റു പ്രദേശങ്ങളിലൊക്കെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫിഷ്ലാൻഡ് സെന്റർ പോലെയുള്ള സ്ഥാപനം ആവശ്യമാണ്. വലനെയ്ത്ത് കേന്ദ്രമായി ഉപയോഗിക്കാൻ കഴിയാവുന്ന രീതിയിൽ അത് സജ്ജീകരിച്ചുകൊണ്ട് അതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളോടുകൂടെ വേണം എന്നാണ് പറഞ്ഞത്. അപ്പൊ വല ഇങ്ങനെ ഉയർത്തി അതിങ്ങനെ താഴ്ത്തി കെട്ടി അത് നോക്കാൻ കഴിയാവുന്ന, എളുപ്പത്തിൽ ആ പണി പഠിക്കാൻ കഴിയാവുന്ന സംവിധാനങ്ങളോട് കൂടെ വേണം എന്നാണ് അന്ന് പറഞ്ഞത്. ജില്ലാ പഞ്ചായത്തിന്റെ ആദ്യത്തെ പദ്ധതികൾ തന്നെ ഇവര് പറയുന്ന വാക്കുകൾ എന്റെ മനസ്സിലുണ്ടായതുകൊണ്ട് ഞാൻ അതേ വാക്കിൽ തന്നെ പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപ അനുവദിക്കുന്ന ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. മത്സ്യത്തൊഴിലാളി കുടുംബാംഗമായ കാമ്പ്രത്ത് മനാഫ് എന്ന വ്യക്തിയാണ് പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം വിട്ടു നൽകിയത്. സമയബന്ധിതമായി പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി പറഞ്ഞു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സൽമത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ കാവിട്ടിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TV സാജിറ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CP സഹദുള്ള, KT ശശി, ആബിദ പുളിക്കൽ, കുഞ്ഞിപ്പ ചാരാത്ത്, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കാമ്പ്രത്ത് അബ്ദുള്ള, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ഹനീഫ മാസ്റ്റർ, ഷെരീഫ് ഹാജി, ദാസൻ കുന്നുമൽ, KM നൌഫൽ, CP ഉമ്മർ, KP കോയമോൻ, K സവാൻകുട്ടി, CP അക്ബർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ എഞ്ചിനീയറിംഗ് വിംഗ് ഉദ്യോഗസ്ഥരും മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളും വള്ളക്കാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു.